വനമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമുണ്ട്. ഇടതൂർന്ന മരങ്ങളും സസ്യങ്ങളും വള്ളികളും കാട്ടുമൃഗങ്ങളും ചേർന്ന ഒരു ചിത്രം. ഭൂമിയുടെ ജൈവമണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട കണ്ണിയാണ് വനങ്ങൾ. കരപ്രദേശത്തിന്റെ 30% വനങ്ങളാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് വനങ്ങൾ. പാരിസ്ഥിതികമായ പ്രാധാന്യവും ഇവയ്ക്കുണ്ട്. പ്രത്യേകതകൾക്കനുസരിച്ച് ഉഷ്ണമേഖലാ വനങ്ങൾ, സൂചിയില കാടുകൾ എന്നിങ്ങനെയാണ് വനങ്ങളുടെ വർഗീകരണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിത്യഹരിതവനം മുതൽ പുൽമേടുകൾ വരെ വനം എന്ന പൊതുസംജ്ഞയത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വനങ്ങളെ കുറിച്ചല്ല. ഇതിനെല്ലാം പുറമെ മറ്റു തരം വനങ്ങളുമുണ്ട്. രൂപം കൊണ്ടും പ്രകൃതം കൊണ്ടും സവിശേഷമായ വനങ്ങൾ. ഇക്കാരണം കൊണ്ട് തന്നെ അസാധാരണ വനങ്ങൾ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ഷെക്കേന ന്യൂസിന്റെ അൺടോൾഡ് സ്റ്റോറീസ് പറയാൻ പോകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗത്തിലുള്ള ഇത്തരത്തിലുള്ള സ്ട്രേഞ്ച് ഫോറസ്റ്റുകളെ കുറിച്ചാണ്. പ്രേക്ഷകരിൽ ഭൂരിപക്ഷവും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത ഇത്തരം ഫോറസ്റ്റുകളെ കുറിച്ചുള്ള കഥ കേൾക്കാൻ കണ്ണും കാതും മനസ്സും റെഡിയാക്കിക്കോളും. എല്ലാ പ്രേക്ഷകർക്കും അൺടോൾഡ് സ്റ്റോറീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നീല പർവ്വതാനി വിരിച്ചതുപോലെയുള്ള ഒരു വനം. എവിടെ നോക്കിയാലും ആകാശം പോലെയും നീലക്കടൽ പോലെയും പ്രതീതി ജനിപ്പിക്കുന്ന ഒരിടം. ലോകത്തിലെ സ്ട്രേഞ്ച് ഫോറസ്റ്റുകളിൽ ഒന്നായ ബെൽജിയത്തിലെ ഹാലർബോസ് ആണ് ഇത്. ഹാലെ മുനിസിപ്പാലിറ്റിയിലാണ് നീലവനം എന്നറിയപ്പെടുന്ന ഈ വനം വ്യാപിച്ചു കിടക്കുന്നത്. 1360 ഏക്കറാണ് വിസ്തീർണം. വനത്തിന്റെ കുറച്ച് ഭാഗം വാലോൺ പ്രപന്റിലുമുണ്ട്. ബ്ലൂബെല്ലുകളും സെക്വായ മരങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. എങ്കിലും ബ്ലൂബെല്ലുകളാണ് വനത്തിന് ഈ പേര് നേടിക്കൊടുത്തിരിക്കുന്നത്. ഇളം മരങ്ങളും ധാരാളം ബ്ലൂബെല്ലുകളുമുള്ള പുരാതന വനമാണ് ഇത്. ഏജൻസി ഫോർ നേച്ചർ ആൻഡ് ഫോറസ്റ്റ് മാനേജ്മെന്റിന്റെ കീഴിലാണ് ഇവിടം ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത്. ഏപ്രിൽ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ബ്ലൂബെല്ലുകൾ പുഷ്പിക്കുന്നത്. നയനമനോഹരമായ ഈ കാഴ്ച കാണാൻ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്നതും ഈ മാസങ്ങളിലാണ്. ബ്ലൂബെല്ലുകളാണ് ഹാലർബോസിന്റെ പ്രത്യേകതയെങ്കിലും മറ്റേതൊരു വനത്തിലെയും പതിവ് കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും. സീസണൽ വ്യത്യാസമില്ലാത്ത വളർച്ചയെത്തിയ ഓക്കുമരങ്ങളും പൈൻ ബീച്ച് മരങ്ങളും ഇവിടെ ധാരാളം. ഈ മരങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകുന്ന മാനുകളും മുയലുകളും സന്ദർശകരെ ആകർഷിക്കുന്നു. കുറുക്കന്മാരും അണ്ണാന്മാരുമാണ് മറ്റൊരു കാഴ്ച. ഇവയ്ക്ക് പുറമെ 100-ലധികം ജീവവൈവിധ്യമുള്ള പക്ഷികളും ഇവിടെയുണ്ട്. മഡഗാസ്കറിലാണ് മറ്റൊരു സ്ട്രേഞ്ച് ഫോറസ്റ്റ് ഉള്ളത്. ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ 2ാമത്തെ ഐലൻഡാണ് ആഫ്രിക്കയുടെ ഈസ്റ്റേൺ തീരത്തുള്ള മഡഗാസ്കർ. ഇവിടെയാണ് അവന്യൂ ഓഫ് ദി ബോവാബാബ് എന്ന സ്ട്രേഞ്ച് ഫോറസ്റ്റ്. പ്രകൃതി ഭംഗിയും വനങ്ങളും ചേർന്ന വിശാലമായ കാഴ്ചകൾ. ലോകത്തിലെ തന്നെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായി മഡഗാസ്കറിനെ മാറ്റിയെടുക്കുന്നു. അതിലൊരു പങ്ക് അവന്യൂ ഓഫ് ബോവാബാബ്. മെനാബി പ്രവിശ്യയിലാണ് ഈ വനം. ബോവാബാബ് മരങ്ങളാണ് ഇവിടെ നിറയെയുള്ളത്. ആഡൻസോണിയ ജനുസിലെ 9 സ്പീഷീസ് മരങ്ങളെല്ലാം അറിയപ്പെടുന്നത് ഈ പേരിലാണ്. ഈ 9-ൽ 6 എണ്ണവും മഡഗാസ്കറിലാണ്. ഒറ്റത്തടി പോലെ തോന്നിക്കുന്ന എന്നാൽ അഗ്രഭാഗത്ത് ഏതാനും ശിഖരങ്ങൾ മാത്രമുള്ള വൃക്ഷങ്ങളാണ് ബോവാബാബ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത മഴക്കാലങ്ങളിൽ വെള്ളം ശേഖരിച്ചു വെക്കുകയും വേനൽക്കാലങ്ങളിൽ ഫലം ഉൽപ്പാദിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇക്കാരണത്താൽ ബോവാബാബ് മരങ്ങൾക്ക് ട്രീ ഓഫ് ലൈഫ് എന്നും പേരുണ്ട്.
അതുപോലെ തന്നെ മദർ ഓഫ് ഫോറസ്റ്റ് എന്നും ബോവാബാബ് മരങ്ങൾ വിളിക്കപ്പെടുന്നു. 2800 വർഷം പഴക്കമുള്ള ബോവാബാബ് മരങ്ങളാണ് ഇവിടെയുള്ളത്. 150 അടി ഉയരമുണ്ട് ഈ മരങ്ങൾ. ബെലോനി സിരിബിഹിനാക്കും മൊറോണ്ടോക്കും ഇടയിലുള്ള അഴുക്കുചാലിന് സമീപത്താണ് നിരയൊത്ത ഈ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മഡഗാസ്കറിലെത്തുന്നവരിൽ കൂടുതൽ പേരും ഇവിടെ എത്താതെ മടങ്ങാറില്ല. ഒരു കാലത്ത് ഈ മരങ്ങൾ വനത്തിന്റെ ഭാഗമായി നിലയുറപ്പിച്ചവയായിരുന്നു. എന്നാൽ വനഭൂമി കയ്യേറ്റവും വൻതോതിലുള്ള മരം വെട്ടലും മൂലം ഈ പ്രദേശത്തെ മരങ്ങൾ അപ്രത്യക്ഷമാവുകയും ബോവാബാബ് മരങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാവുകയും ചെയ്തു. എങ്കിലും ഇന്ന് അവയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ തന്നെ മുഖ്യ ഭീഷണി. കാട്ടുതീ പോലെയുള്ള അപകട സാധ്യതകളും ഇവ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്യൂ ഓഫ് ബോവാബാബിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റും നോൺ ഗവൺമെന്റ് സംഘടനകളും കൈകോർത്തിരിക്കുകയാണ്. 2015 ഈ പ്രദേശത്തെ ദേശീയ സ്മാരകമായി ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്യുകയുണ്ടായി. മഡഗാസ്കറിൽ തന്നെ ആദ്യത്തേതായിരുന്നു ഈ സംഭവം. അടുത്ത 800 വർഷം വരെ ഇപ്പോഴുള്ള മരങ്ങൾ നിലനിൽക്കും എന്നാണ് ഗവൺമെന്റിന്റെയും പ്രാദേശിക സമൂഹത്തിന്റെയും പ്രതീക്ഷ. കൂനൻ കാടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അക്കഥയാവാം ഇനി. വിചിത്ര രൂപത്തിലുള്ള 400ഓളം പൈൻ മരങ്ങളുടെ വനമാണ് പോളണ്ടിലെ ക്രൂക്കഡ് ഫോറസ്റ്റ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ എന്ന അക്ഷരത്തെയാണ് ഈ മരങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. പശ്ചിമ പൊമറേനിയത്തിലെ നോവേ സെർനോവയിലാണ് ഈ കൂനൻ കാട്. ജർമ്മനിയുടെ ഭാഗമായിരുന്ന പഴയ കാലത്ത് നിന്നാണ് കൂനൻ കാടുകളുടെ കഥ തുടങ്ങുന്നത്. 1930കളിൽ നട്ടുപിടിപ്പിക്കുകയായിരുന്നു ഈ വനം. വടക്കോട്ട് കുത്തനെ വളഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ളതും തറനിരപ്പിൽ നിന്ന് തൊട്ട് മുകളിലായി 3 മുതൽ 9 അടി വരെ വളഞ്ഞു നിൽക്കുന്നതുമായ മരങ്ങളാണ് ഇത്. 50 അടി വരെ ഉയരത്തിലാണ് വളർന്നു നിൽക്കുന്നത്. ലോകത്ത് മറ്റൊരിടത്തും കൂട്ടത്തോടെ മരങ്ങൾ ഇപ്രകാരം വളഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടെത്താൻ കഴിയുകയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ക്രൂക്കഡ് ഫോറസ്റ്റിലെ മരങ്ങൾ ഇപ്രകാരമായിരിക്കുന്നത്? പല വിശദീകരണങ്ങളും നിലവിലുണ്ട്. ഗുരുത്വാകർഷണ ശക്തി കൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചതെന്നാണ് ഒരഭിപ്രായം. പക്ഷേ വക്രത ഗുരുത്വാകർഷണത്തിന്റെ ഫലമാകില്ല എന്നതാണ് ശാസ്ത്രീയ തത്വം. അങ്ങനെ ഈ അഭിപ്രായം ആദ്യ വിശദീകരണത്തിൽ തന്നെ തള്ളപ്പെട്ടു പോകുന്നു. മഞ്ഞുവീഴ്ചയുടെ ഫലമായി തടി വളഞ്ഞു പോയതായിരിക്കാം എന്നാണ് മറ്റൊരു അഭിപ്രായം. പൈൻ മരങ്ങൾ മുളച്ചു പൊന്തിയപ്പോൾ അവ മഞ്ഞുവീഴ്ചയുടെ ഫലമായി വളഞ്ഞു പോയെന്നാണ് ഈ വിശദീകരണം. അപ്പോൾ സ്വാഭാവികമായി മറ്റൊരു ചോദ്യം ഉയർന്നു. മഞ്ഞുവീഴ്ചയാണ് വക്രതയ്ക്ക് കാരണമായതെങ്കിൽ പ്രദേശത്തെ മറ്റ് പൈൻമരങ്ങൾക്കും സസ്യങ്ങൾക്കും ഇതെന്തുകൊണ്ട് സംഭവിച്ചില്ല? അങ്ങനെ ഈ വിശദീകരണവും തള്ളിക്കളയേണ്ടി വരുന്നു. പ്രകൃതിദത്തമായി തന്നെ മരങ്ങൾക്ക് രൂപഭേദം സംഭവിച്ചതാവാമെന്നും മരങ്ങൾ നട്ടുപിടിപ്പിച്ചപ്പോൾ കർഷകർ തന്നെ കൃത്രിമത്വം കാട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഇതെന്നുമാണ് മറ്റ് ചില അഭിപ്രായങ്ങൾ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് പലർക്കുമുള്ളത്. എന്നാൽ ഇവയൊന്നും അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടവയല്ല. 1930 നട്ടുപിടിപ്പിക്കപ്പെട്ട വനത്തിന്റെ പിന്നിലെ ഈ ഗൂഢരഹസ്യം 1970 വരെയുള്ള കാലഘട്ടത്തിലെ ആളുകൾക്ക് അറിയാമായിരുന്നുവെന്നും കണ്ടെത്തുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് വനം നിന്നിരുന്ന പട്ടണം ഏറെക്കുറെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അന്ന് ഇവിടെ സംഭവിച്ച ഈ രൂപമാറ്റത്തെക്കുറിച്ച് അക്കാലത്തെ തലമുറയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അടുത്ത തലമുറയിലേക്ക് അവർ ആ രഹസ്യം കൈമാറിയില്ല എന്ന് മാത്രമേ പല അന്വേഷണങ്ങൾക്കും ഒടുവിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിഗമനം. അതുകൊണ്ട് നിഗൂഢമായ ഒരു രഹസ്യമായി ക്രൂക്കഡ് ഫോറസ്റ്റ് ഇന്നും അവശേഷിക്കുന്നു. കഥയും കാര്യവും എന്തു തന്നെയായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ ക്രൂക്കഡ് ഫോറസ്റ്റ് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു.
ലോകത്തിലെ ഏറ്റവും വലിയ സൈപ്രസ് കാട് സ്വാഭാവികമായി രൂപമെടുത്ത തടാകം. ഇത്രയധികം മനോഹരവും ശാന്തവുമായ ഒരു പ്രദേശം ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. ടെക്സാസിനും ലൂസിയാനയ്ക്കും ഇടയിലുള്ള കാഡോ ലേക്ക് സ്റ്റേറ്റ് ഫോറസ്റ്റിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. 1,300 ഹെക്ടർ വ്യാപിച്ചു കിടക്കുന്നതാണ് കാഡോ ലേക്ക് സ്റ്റേറ്റ് ഫോറസ്റ്റ്. കാഡോ ഇന്ത്യൻസ് എന്ന് അറിയപ്പെടുന്ന തദ്ദേശീയരായ അമേരിക്കക്കാരുടെ പേരിലാണ് തടാകം അറിയപ്പെടുന്നത്. 10,000-ലേറെ വർഷമായി തടാകത്തിന്റെ കരയിൽ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിലും കാഡോ ഇന്ത്യൻസ് ആയിരുന്നു ആദ്യ താമസക്കാർ. അങ്ങനെയാണ് തടാകത്തിന് ഈ പേര് ലഭിച്ചത്. പ്രാദേശിക ഗോത്ര സമൂഹങ്ങളായിട്ടാണ് അവർ താമസിച്ചിരുന്നത്. മൺപാത്രങ്ങളും സൈപ്രസ് മരത്തോണികളും അമ്പും വില്ലും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. 1835 ഇന്നത്തെ കാഡോ തടാകത്തിന്റെ ഭൂമിയും പരിസരവും US ഗവൺമെന്റ് സ്വന്തമാക്കുകയും കാഡോ ഇന്ത്യക്കാരെ ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. 1540 സ്പാനിഷ് പരിവേഷകനായ ഡെസോട്ടോയാണ് തടാകം കണ്ടെത്തിയത്. തടാക രൂപീകരണത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. 1811 മുതൽ 1812 ന്യൂ മാൻഡ്രേഡ് ഭൂകമ്പങ്ങളാണ് തടാകത്തിന്റെ രൂപീകരണത്തിന് കാരണമായതെന്നാണ് ഒരു കഥ. കാഡോ തലവന്റെ അനുസരണക്കേടിന്റെ ഫലമാണത്രേ ഭൂകമ്പമുണ്ടായത്. വൈവിധ്യമാർന്ന സസ്യങ്ങളും മൃഗങ്ങളുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. 200ഓളം വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ശുദ്ധജല ചതുപ്പുകളും ഇവിടെയുണ്ട്. വിവിധ തരം മത്സ്യങ്ങൾ, ആമകൾ, പാമ്പുകൾ, തവളകൾ, ചീങ്കണികൾ, പക്ഷികൾ എന്നിവയും കാഡോയിലുണ്ട്. നമീബിയയിലുമുണ്ട് 2 വിചിത്ര വനങ്ങൾ, ഡെഡ്വെൽ ഫോറസ്റ്റും ക്യുവർട്രി ഫോറസ്റ്റും. ആദ്യം ഡെഡ്വെൽ ഫോറസ്റ്റിന്റെ കഥയാവാം. മരങ്ങളുടെ ശ്മശാന ഭൂമിയെന്ന് ഒറ്റവാക്കിൽ ഡെഡ്വെൽ ഫോറസ്റ്റിനെ വിശേഷിപ്പിക്കാം. ചത്ത ചതുപ്പ് എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. മരങ്ങളുടെ അസ്ഥികൂടങ്ങളുടെ വനമാണ്. 1-2 വർഷത്തെ പഴക്കമല്ല ഈ മരങ്ങൾക്കുള്ളത്. 700 വർഷം മുമ്പ് നശിപ്പിക്കപ്പെട്ട മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ളത്. അതല്ല, 900 വർഷത്തെ പഴക്കമുണ്ടെന്ന് മറ്റ് ചില പഠനങ്ങളും പറയുന്നു. ഭൂതകാലത്തിന്റെ വർണ്ണങ്ങൾ നഷ്ടമായി കറുത്ത നിറത്തിലാണ് ഇന്ന് ഇവ കാണപ്പെടുന്നത്. നമീബിയയിലെ നമീബ് നൗക്ലെഫ് പാർക്കിനുള്ളിൽ സോസൂസ് ബ്ലേസിലെ ഉപ്പുപാടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മണൽക്കൂനുകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഇത്. മഴയെ തുടർന്ന് നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ചുറ്റുപാടുകളിൽ കളിമണ്ണ് വന്നിടുകയും അവിടെ ധാരാളം മുള്ളുമരങ്ങൾ വളർന്നു വരികയും ചെയ്തു. പക്ഷേ കാലാവസ്ഥയിലുണ്ടായ മാറ്റം പിന്നീട് ഈ പ്രദേശത്തെ ദോഷകരമായി ബാധിക്കുകയും നദീപ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. 200 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു മാറ്റം ഉണ്ടായതെന്നാണ് ചില പഠനങ്ങൾ അവകാശപ്പെടുന്നത്. അതിജീവിക്കാൻ ആവശ്യമായ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ദ്രവിച്ചു പോകുന്നതിന് പകരം മരങ്ങൾ ഓരോന്നായി കരിഞ്ഞുണങ്ങി. കറുത്ത നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. മരം വളരെ ഉണങ്ങിയതിനാലാണ് അത് ദ്രവിക്കാതിരിക്കുന്നത്. തന്മൂലമാണ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾക്ക് വിചിത്ര രൂപം കൈവന്നിരിക്കുന്നത്.
മരുഭൂമിയിലെ സൂര്യന്റെ തീക്ഷ്ണ രശ്മികളാണ് മരങ്ങളെ ഈ നിറത്തിലാക്കിയിരിക്കുന്നത്. ചുവന്ന തുരുമ്പിച്ച മണൽക്കൂനകൾക്കും തിളങ്ങുന്ന നീലാകാശത്തിനും പശ്ചാത്തലമായി വെളുത്ത കളിമൺ ചതുപ്പിൽ നൂറ്റാണ്ടുകളുടെ ഗദ്ഗത സ്മരണകളായിട്ടാണ് ഇന്ന് ഇവ നിലനിൽക്കുന്നത്. ശൈത്യകാലത്ത് പോലും അതിരൂക്ഷമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. മുകളിൽ മാത്രമല്ല താഴെയും സൂര്യൻ കത്തി നിൽക്കുന്നത് പോലെയുള്ള അനുഭവമാണ് ഇവിടം സമ്മാനിക്കുന്നത്. എന്നിട്ടും മരങ്ങളുടെ ഈ ശ്മശാന ഭൂമി സന്ദർശിക്കാൻ നിത്യവും ഇവിടെ സന്ദർശകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായി ഔദ്യോഗികമായി ഡെഡ് വെല്ലിനെ പ്രഖ്യാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമീബിയയിലെ തന്നെ ക്വീവർ ട്രീ ഫോറസ്റ്റിന്റെ വിചിത്രമായ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. കീറ്റ്മാൻ ഷൂപ്പിന് വടക്ക് കിഴക്കായി 14 കിലോമീറ്റർ അകലെ ഗാരിഗാനസ് ഫാമിലെ കോയിസിലേക്കുള്ള വഴിയിലാണ് ക്വീവർ ട്രീ ഫോറസ്റ്റ്. വേരുകൾ പോലെ തോന്നിക്കുന്ന ശിഖരങ്ങളോട് കൂടിയ വൃക്ഷങ്ങളാണ് വനത്തെ വ്യത്യസ്തമാക്കുന്നത്. മരം തലകീഴായി നിൽക്കുകയാണോ എന്ന് പോലും കാണുന്ന മാത്രയിൽ നമുക്ക് സംശയം തോന്നിയേക്കാം. ഇലകൾക്ക് വേരുകളുടെ സാമ്യമുള്ളതാണ് ഇതിന് കാരണം. ഇങ്ങനെയൊരു പ്രത്യേകതയുള്ളതുകൊണ്ട് ഈ വൃക്ഷത്തിന് ദിവ്യത്വം കൽപ്പിക്കുന്നവരുമുണ്ട്. ക്വീവർ മരങ്ങൾ യഥാർത്ഥ വൃക്ഷമായി കണക്കാക്കുന്നുമില്ല. 30 അടിയിലധികം ഉയരത്തിൽ വളരുന്ന കറ്റാർ ഇനമായിട്ടാണ് ക്വീവർ ട്രീയെ പരിഗണിച്ചു പോരുന്നത്. വിറകിന് വേണ്ടിയിട്ടാണ് ഈ മരത്തിന്റെ ചില്ലകൾ ഉപയോഗിച്ചു പോരുന്നതെങ്കിലും അനുഗ്രഹദായകമായ വൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത്. വൃക്ഷാരാധനയുടെ ഭാഗമായി ഈ വൃക്ഷത്തെ ആരാധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യമുണ്ടാവും എന്നായിരുന്നു വിശ്വാസം. ക്വീവർ ട്രീ ഫോറസ്റ്റിലെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങൾക്ക് 2-3 നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 100 മുതൽ 120 വർഷം വരെ നിലനിൽക്കാൻ സാധ്യതയുള്ളവയാണ് ഈ വൃക്ഷങ്ങൾ. എങ്കിലും വംശനാശ ഭീഷണിയുടെ നടുവിലാണ് ഈ മരങ്ങൾ. ഈ മരങ്ങളെ കൂടാതെ ക്വീവർ ട്രീ ഫോറസ്റ്റിലുള്ളത് പാറക്കെട്ടുകളാണ്. പാറകളുടെ ഈ വലിയ കൂമ്പാരം വനത്തെ ശ്രദ്ധേയമാക്കുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ വനം മറ്റൊരു രീതിയിൽ സുന്ദരിയാകും. മഞ്ഞുപൂക്കളുടെ മൃതിയാണ് ഈ മാസങ്ങളെ വ്യത്യസ്തമാക്കുന്നത്. 1995 ജൂൺ 1-ന് നമീബിയയുടെ ദേശീയ സ്മാരകമായി ക്വീവർ ട്രീ ഫോറസ്റ്റ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കല്ലുകൊണ്ടൊരു വനമോ? ചൈനയിലെ സ്റ്റോൺ ഫോറസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ സ്വാഭാവികമായി മനസ്സിൽ തോന്നുന്ന സംശയമാണ് ഇത്. കല്ലാണോ മരമാണോ സ്റ്റോൺ ഫോറസ്റ്റ് എന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ചൈനയിലെ യുനാൻ പ്രവിശ്യയിൽ 186 മൈൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ശിലാഭൂപ്രകൃതിയാണ് സ്റ്റോൺ ഫോറസ്റ്റ് അഥവാ കല്ലുവനം. ലോകത്തിലെ ആദ്യത്തെ അത്ഭുതം എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ചുണ്ണാമ്പ് കല്ലുകളുടെ അതിമനോഹരമായ ഒരു കൂട്ടമാണ് ഇത്. 270 ദശലക്ഷം വർഷത്തിലേറെ പഴക്കമുണ്ട് ഇവയ്ക്കെന്നാണ് നിഗമനം. ഉയരത്തിലുള്ള പാറകൾ കല്ലുവച്ച മരങ്ങളെ പോലെയുള്ള പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റോൺ ഫോറസ്റ്റ് എന്ന പേര് വന്നത്. ഈ കല്ലുവനം എങ്ങനെ രൂപമെടുത്തു? കാർബോണിഫറസ് കാലഘട്ടത്തിൽ ഇവിടം കടലായിരുന്നു. എന്നാൽ പിന്നീട് ജലം പിൻവാങ്ങുകയും ചുണ്ണാമ്പ് കല്ലുകൾ രൂപമെടുക്കുകയും ചെയ്തു. ഇത് ഭൂപ്രകൃതിയുടെ ഉയരത്തിനും കാരണമായി തീർന്നു.
നിരന്തരമായ മണ്ണൊലിപ്പ് മൂലമാണ് ഈ പ്രദേശം ഇന്ന് കാണുന്ന രൂപം പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് ശാസ്ത്രീയമായ നിഗമനം. എന്നാൽ ഇതിന് സമാന്തരമായ മറ്റൊരു പുരാവൃത്തവും നിലവിലുണ്ട്. മനോഹരമെന്നോ നിരാശാജനകമെന്നോ പറയാവുന്ന ഒരു പ്രണയ കഥയാണ് അത്. സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു സാനി. താൻ സ്നേഹിച്ച പുരുഷനൊപ്പമുള്ള ഒരു ജീവിതമായിരുന്നു അവൾ ആഗ്രഹിച്ചത്. പക്ഷേ ആ ആഗ്രഹം അവൾക്ക് നിഷേധിക്കപ്പെടുകയും പിന്നീട് അവൾ ഒരു കല്ലായി മാറുകയും ചെയ്തു. ഇങ്ങനെയാണത്രേ സ്റ്റോൺ ഫോറസ്റ്റ് ജന്മമെടുത്തത്. ഗുഹകൾ, വെള്ളച്ചാട്ടങ്ങൾ, കുളങ്ങൾ, ദ്വീപുകൾ എന്നിവയും ഇവിടെയുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്റ്റോൺ ഫോറസ്റ്റും ഇടം പിടിച്ചിട്ടുണ്ട്. സ്ട്രേഞ്ച് ഫോറസ്റ്റുകളെ കുറിച്ചുള്ള അവസാനത്തെ കഥ കാലിഫോർണിയയിലെ ബോട്ടിൽ ട്രീ റാഞ്ചിനെ കുറിച്ചാണ്. 100 കണക്കിന് മരങ്ങൾ ഗ്ലാസ് ബോട്ടിലുകൾ കൊണ്ട് നിർമ്മിച്ച ബോട്ടിൽ ട്രീ റാഞ്ച് സ്ട്രേഞ്ച് ഫോറസ്റ്റുകളുടെ ഗണത്തിലാണ്. കാലിഫോർണിയയിലെ ഓറോ ഗ്രാൻഡെ റൂട്ട് 66ന്റെ ഒരു ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് നിറമുള്ള ഗ്ലാസ് ബോട്ടിലുകൾ കൊണ്ടാണ് ഈ വനം രൂപീകരിച്ചിരിക്കുന്നത്. ചെറുപ്പം മുതൽക്കേയുള്ള ബോട്ടിൽ ശേഖരണത്തിൽ നിന്നാണ് എൽമർ ലോങ് കുപ്പിവനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. 2000-ലാണ് വെൽഡറായ എൽമർ ആദ്യമായി കുപ്പിമരം സൃഷ്ടിച്ചത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് എത്രയോ കുപ്പിമരങ്ങൾ, വിവിധ നിറത്തിലും തരത്തിലുമുള്ള നിരവധിയായ ഗ്ലാസ് കുപ്പിമരങ്ങൾ. വ്യത്യസ്ത ആകൃതിയിലുള്ളതാണ് ഓരോ മരങ്ങളും. വലിയ മെറ്റൽ പൈപ്പുകളിൽ ബോട്ടിലുകൾ കൊളുത്തിയിട്ടിരിക്കുകയാണ്. 22 വർഷത്തെ പഴക്കമേ ബോട്ടിൽ ട്രീ ഫോറസ്റ്റിനുള്ളൂവെങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബോട്ടിലുകൾക്കും മറ്റ് സാമഗ്രികൾക്കും ഏറെ വർഷത്തെ പഴക്കമുണ്ട്. കുപ്പികൾ പൊള്ളയായതിനാൽ അവയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ മനോഹരമായ ഗാനം ആസ്വദിക്കാനും സന്ദർശകർക്ക് കഴിയുന്നു. തുരുമ്പിച്ച ജീപ്പ്, റൈഫിളുകൾ, ടൈപ്പ് റൈറ്ററുകൾ, കാർ ഭാഗങ്ങൾ, പഴയ പലതരം ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാൻ കഴിയും. ബോട്ടിൽ ട്രീ ഫോറസ്റ്റ് സന്ദർശിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യ ചിന്ത ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന ബോട്ടിലുകൾ കൊണ്ട് ഇത്രയും മനോഹരമായ വിധത്തിൽ രൂപകൽപ്പന നടത്താൻ കഴിയുമല്ലോ എന്നത് തന്നെയായിരുന്നു. ജൂണിൽ 72-ാം വയസ്സിലാണ് ലോങ് അന്തരിച്ചത്. പിന്നീട് 2022 ഫെബ്രുവരിയിലാണ് സന്ദർശകർക്കായി കുപ്പിവനം തുറന്നുകൊടുത്തത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വനമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പരമ്പരാഗതമായ ധാരണകളെയെല്ലാം തിരുത്തി എഴുതുന്നതായ വനങ്ങളെക്കുറിച്ചുള്ള കഥയും കാര്യവുമാണ് നാം ഇവിടെ കേട്ടത്. കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത വിചിത്രങ്ങളായ ഈ വനങ്ങളെക്കുറിച്ചുള്ള കഥ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അൺടോൾഡ് സ്റ്റോറീസിന്റെ പുതിയ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം. ടിൽ ദെൻ, ഗുഡ് ബൈ.